നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു അപകടം മുന്നിൽ കണ്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ത്രീകളുണ്ട്, അവർ കറിക്കൊക്കെ അരിയുന്ന സമയത്ത് കത്തി കൊണ്ട് കൈ മുറിയാം. പുരുഷന്മാരാണെങ്കിൽ ഷേവ് ചെയ്യുന്ന സമയത്ത് ഷേവിങ് ബ്ലേഡ് കൊണ്ടിട്ട് ഇവിടെ കവിൾ മുറിയാം. അതല്ലെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ, ഏതെങ്കിലും അവസ്ഥയിൽ നമുക്കൊരു മുറിവുകൾ സംഭവിച്ച് ബ്ലഡ് ഒഴുകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഒട്ടും ഭയക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ രക്തം വാർന്നുള്ള മരണത്തെക്കുറിച്ച്, ഒരു അപകട സമയത്ത് രക്തം വാർന്ന് പോണത് കണ്ടു കഴിഞ്ഞാൽ ആ ആൾ രക്തം വാർന്ന് മരിക്കാനുള്ള അവസരം നമുക്ക് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കാലിൻ്റെ തള്ളവിരലിൻ്റെ നഖക്കോണിൽ, നെയിൽ കോർണറിൽ 2 പോയിൻ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ പിക്ക് ഇവിടെ കൊടുത്തേക്കാം. അതിൽ നമ്മൾ വെറുതെ പ്രഷർ കൊടുത്താൽ മതി. നമ്മുടെ 2 വിരൽ വെച്ചിട്ട് ആ തമ്പിൻ്റെ നെയിൽ കോർണറിൽ ഇങ്ങനെ പുഷ് ചെയ്ത് പിടിക്കുക. പുഷ് ചെയ്ത് പിടിച്ചാൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ ആ ബ്ലഡ് സ്റ്റോപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. ഒരാൾക്ക് അപകടം സംഭവിച്ച് രക്തം വാർന്ന് മരിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇദ്ദേഹം ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഷേവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന മുറിവോ അല്ലെങ്കിൽ കറിക്കരിയുമ്പോൾ അടുക്കളയിൽ വെച്ചുണ്ടാകുന്ന ചെറിയ മുറിവ് പോലെയാണോ ഒരാൾ അപകടം സംഭവിച്ച് രക്തം വാർന്ന് മരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്? ഇത്തരത്തിൽ ഗുരുതരമായ മുറിവുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം പറയുന്നത് പോലെ പ്രഷർ കൊടുത്താൽ മതിയാകുമോ? മനുഷ്യരുടെ ജീവൻ അപകടത്തിലാക്കുന്ന സന്ദേശങ്ങളല്ലേ ഇത്തരത്തിലുള്ളവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് അക്യുപഞ്ചറിനെ കുറിച്ച് ചിലത് പറയേണ്ടി വരുന്നത്. ആദ്യം അക്യുപഞ്ചർ എന്താണെന്ന് പറയാം. നമ്മുടെ ശരീരത്തിലൂടെ ചി എന്ന ഒരു എനർജി ഒഴുകി നടക്കുന്നുണ്ട്. ചി എന്ന് പറഞ്ഞാൽ ഒരു ജീവശക്തി, അല്ലെങ്കിൽ ഒരു ലൈഫ് ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു വൈറ്റൽ ഫോഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മുടെ ശരീരത്തിൽ 12 പ്രധാനപ്പെട്ട അവയവങ്ങളാണുള്ളത്. ഈ 12 അവയവങ്ങളുമായി ബന്ധപ്പെട്ട് 12 മെറിഡിയനുകളുണ്ട്. മെറിഡിയൻ എന്ന് പറഞ്ഞാൽ സഞ്ചാരപാത. ഈ സഞ്ചാരപാതയിലൂടെയാണ് ചി ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. ഈ ചിയുടെ ഒഴുക്കിന് എന്തെങ്കിലും ഒരു തടസ്സം നേരിടുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഈ 12 മെറിഡിയനുകളിലായിട്ട് 350-ലധികം അക്യു പോയിന്റുകളിലുണ്ട്. ഈ പോയിന്റുകളിൽ സൂചി കുത്തി ചിയുടെ ഒഴുക്കിൻ്റെ തടസ്സം മാറ്റുമ്പോൾ രോഗം സുഖപ്പെടുന്നു. ഇതാണ് അക്യുപഞ്ചറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിൽ എത്രത്തോളം ശാസ്ത്രീയതയുണ്ട്, ഇത് ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ എന്നൊന്നും പറയലല്ല ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിയും മെറിഡിയനും മാത്രമല്ല, വേസ്റ്റ് എലിമിനേഷൻ തിയറി, 5 എലമെൻറ്റ്സ് തിയറി, യിങ് യാങ് തിയറി, ഇതൊക്കെ അക്യുപഞ്ചറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫിലോസഫികളാണ്. ചൈനയിൽ നിന്നും പല രാജ്യങ്ങളിലേക്കും അക്യുപഞ്ചർ വ്യാപിച്ചു. അതാത് രാജ്യങ്ങളിലുള്ള ട്രഡീഷണൽ ചികിത്സാ രീതികൾ അഥവാ പാരമ്പര്യ ചികിത്സാ രീതികളുമായിട്ട് സഹകരിച്ചുകൊണ്ട് അക്യുപഞ്ചർ ബഹുദൂരം മുന്നോട്ട് പോയി. ചൈനയിലെ ഹെർബൽ മെഡിസിൻ സിസ്റ്റവുമായി സഹകരിച്ചുകൊണ്ട് അക്യുപഞ്ചർ ചൈനയിലും മുന്നോട്ട് പോയി. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ സിസ്റ്റമായ മോഡേൺ മെഡിസിനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചൈനയിൽ അക്യുപഞ്ചർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ റിസൾട്ടാണ് ഇലക്ട്രോ അക്യുപഞ്ചറും ലേസർ അക്യുപഞ്ചറും. ഇലക്ട്രോ അക്യുപഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിയിൽ ഇലക്ട്രിക് പൾസ് കടത്തിവിട്ടുകൊണ്ടുള്ള ചികിത്സാ രീതിക്കാണ് ഇലക്ട്രോ അക്യുപഞ്ചർ എന്ന് പറയുന്നത്. ഹാർട്ട് റേറ്റ് കുറയ്ക്കാനും അതുപോലെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാനും ഈ ഒരു ഇലക്ട്രോ അക്യുപഞ്ചർ ഫലപ്രദമാണെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. ഓപ്പിയം വാർ നടക്കുന്ന സമയത്ത് യുദ്ധത്തിൽ പരിക്കേൽക്കുന്നവർക്ക് അക്യുപഞ്ചറിൻ്റെ കൂടെ ഹെർബൽ മെഡിസിൻ സിസ്റ്റം, അവിടുത്തെ ചൈനയിലെ ഒരു പാരമ്പര്യ മെഡിസിൻ സിസ്റ്റമാണ്, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതി പരീക്ഷിച്ചു. അപ്പോൾ അവർക്ക് ഉള്ളിലൂടെ മെഡിസിൻ കൊടുക്കുകയും പുറത്തുകൂടി അക്യുപഞ്ചർ കൊടുക്കുകയും ചെയ്തപ്പോൾ ഫാസ്റ്റായിട്ട് വളരെ വേഗത്തിൽ റിസൾട്ട് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ചൈനയിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ചികിത്സാ രീതി വളരെ വേഗം വ്യാപിക്കുകയും എല്ലായിടങ്ങളിലേക്കും ഇത് പ്രചരിക്കുകയും ചെയ്തു. ഔഷധരഹിതമായിട്ടുള്ള ചികിത്സാ രീതി ചൈനയിൽ കുറയാനും കാരണമായി. ചൈനയിൽ പോയി അക്യുപഞ്ചർ പഠിച്ച് ഒരു അക്യുപഞ്ചറിൻ്റെ ഡോക്ടറാകണമെങ്കിൽ ചുരുങ്ങിയത് 5 വർഷമെങ്കിലും പഠിക്കേണ്ടി വരും. ബാച്ചിലേഴ്സ് ഇൻ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ, ചൈനയിലെ ഷാങ്ഹായ് യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു ബാച്ചിലർ പ്രോഗ്രാം പഠിക്കണമെങ്കിൽ ചുരുങ്ങിയത് 5 വർഷമെങ്കിലും പഠിക്കണം. ഈ ഒരു പ്രോഗ്രാം കരിക്കുലം നാം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ MBBS പാസ്സാകുന്ന, MBBSന് പഠിക്കുന്ന ഡോക്ടേഴ്സ് പഠിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു ബാച്ചിലർ പ്രോഗ്രാമിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഹ്യൂമൻ അനാറ്റമി പഠിക്കുന്നുണ്ട്, ബയോ കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, ബേസിക്സ് ഓഫ് ഫിസിയോളജി, ബേസിക്സ് ഓഫ് പതോളജി, റേഡിയോളജി, ഫാർമക്കോളജി തുടങ്ങിയ പല കാര്യങ്ങളും അവർ പഠിക്കുന്നുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്, ഓരോ അവയവങ്ങളെയും ഏതൊക്കെ രോഗങ്ങളാണ് ബാധിക്കുന്നത്, മരുന്നുകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. മരുന്നുകൾ എങ്ങനെയാണ് ശരീരത്ത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ശരീരത്തിലുള്ള രോഗങ്ങളെ മരുന്നുകൾ ക്യൂർ ചെയ്യുന്നത്, അതേപോലെ MRI, എക്സ്റേ, ECG, സ്കാൻ തുടങ്ങിയിട്ടുള്ള ഇമേജിംഗ് ടെക്നിക്സിനെ കുറിച്ച്, മെഡിക്കൽ സിസ്റ്റത്തിലുള്ള ഇമേജിംഗ് ടെക്നിക്സിനെ കുറിച്ചും അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ച് 5 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇതിനോടൊപ്പം തന്നെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസിനുള്ള ആ ഹെർബൽ സിസ്റ്റത്തിനെ കുറിച്ചും ആ ചൈനീസ് മെറ്റീരിയ മെഡിക്ക തുടങ്ങിയ കാര്യങ്ങളും അവർ പഠിച്ച് 5 വർഷം പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് ചൈനയിൽ ഒരു അക്യുപഞ്ചർ ഡോക്ടർ പിറവിയെടുക്കുന്നത്.
ഇന്ത്യയിൽ അക്യുപഞ്ചർ പഠിക്കണമെങ്കിൽ BSc ഇൻ അക്യുപഞ്ചർ 4 വർഷത്തെ കോഴ്സാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 വിത്ത് ഫിസിക്സ്, ബയോളജി ആൻഡ് കെമിസ്ട്രി ആണ്. ഇന്ത്യയിലുള്ള പല ഗവൺമെൻറ് കോളേജസിലും അതേപോലെ പ്രൈവറ്റ് കോളേജിലും BSc ഇൻ അക്യുപഞ്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സിലബസിൻ്റെ സെക്കൻഡ് പോയിന്റ് നോക്കി നമുക്ക് കാണാം, ഹെർബൽ മെഡിസിൻ ഇൻ കൺജക്ഷൻ വിത്ത് അക്യുപഞ്ചർ. അതായത് ഹെർബൽ മെഡിസിനും അക്യുപഞ്ചറും കൂടി എന്ത് ചെയ്യും, രോഗികൾക്ക് ഒരുമിച്ച് ചികിത്സിക്കാറുണ്ട്. അപ്പോൾ അതും കൂടി ആ സിലബസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു രോഗി വന്നു, ഈ രോഗിക്ക് ദഹന പ്രശ്നവും അതുപോലെ വിട്ടുമാറാത്ത ക്ഷീണവുമാണുള്ളത്. അപ്പോൾ ഹെർബൽ മെഡിസിൻ സിസ്റ്റം പ്രകാരം ജി ടാങ്ക് എന്ന് പറയുന്നൊരു ടോണിക് കൊടുക്കും. ഈ ടോണിക് എന്ത് ചെയ്യും, ചീയെ ബൂസ്റ്റ് ചെയ്യും, അതേപോലെ ഡൈജഷനും ബൂസ്റ്റ് ചെയ്യും. അതേപോലെ ST36 CV12 എന്ന് പറയുന്ന പോയിന്റുകളിൽ അക്യു പഞ്ചർ ചെയ്യുകയും ചെയ്യും. അപ്പം ഈ 2 ചികിത്സാ രീതിയും കൂടെ ഒരുമിച്ചുള്ള ഈ 2 ചികിത്സാ രീതിയും കൂടി നടത്തി കഴിയുമ്പോൾ രോഗിയിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ തോന്നിക്കാണും. അക്യുപഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഔഷധരഹിത ചികിത്സാ രീതിയാണ്, എക്സ്റേ ECG ഒന്നും ഇതിനകത്ത് ആവശ്യമില്ല, ലാബ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അക്യുപഞ്ചറിനെ കുറിച്ച് നമ്മൾ ഇത്രയും നാൾ കേട്ടിട്ടുള്ളത്. പക്ഷേ നമ്മൾ ചൈനയിൽ പോയി അക്യുപഞ്ചർ പഠിച്ചാൽ ഡോക്ടർ, അക്യുപഞ്ചർ പഠിക്കുന്ന വിദ്യാർത്ഥി കാര്യങ്ങളെല്ലാം പഠിക്കണം, ഫാർമക്കോളജി പഠിക്കണം, റേഡിയോളജി പഠിക്കണം. നമ്മുടെ ഇന്ത്യയിലും ഇത്തരത്തിൽ ഹെർബൽ മെഡിസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന ഈ ഒരു അക്യുപഞ്ചറിനകത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല. എന്താണ് ഇതിൻ്റെ വസ്തുത? നിങ്ങൾക്ക് ഇപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനായി കാണാം. ഇന്ന് നമ്മൾ അതിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കും ചൈനയിൽ നിന്ന് അക്യുപഞ്ചർ വ്യാപിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യയിലേക്ക് അക്യുപഞ്ചർ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. ഏകദേശം 1970കളിലാണ് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അക്യുപഞ്ചർ വരുന്നത്. വെസ്റ്റ് ബംഗാളിലെ കൽക്കട്ട വഴിയും അതേപോലെ തമിഴ്നാട് വഴിയുമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് അക്യുപഞ്ചർ എത്തുന്നത്. ഇന്ത്യയിലെ ഫസ്റ്റ് അക്യുപഞ്ചർ ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ ബിജോയ് കുമാർ ബസുവാണ്. അതേപോലെ തമിഴ്നാട് വഴി ഇന്ത്യയിലേക്ക് അക്യുപഞ്ചർ വന്നെന്ന് പറഞ്ഞു, അത് ഡോക്ടർ ആൻറ്റൺ ജയസൂര്യ. അദ്ദേഹം വഴിയാണ് എന്ത് ചെയ്തത്, ശ്രീലങ്കയിൽ നിന്ന് തമിഴ്നാട് വഴി ഇന്ത്യയിലേക്ക് അക്യുപഞ്ചർ എത്തിയത്. 1980കളിൽ നമ്മൾ ഈ പറഞ്ഞ 2 ഡോക്ടർമാരും 100 കണക്കിന് ആളുകൾക്ക് അക്യുപഞ്ചർ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പെയിൻ റിലീഫ് തെറാപ്പി ആയിട്ടും ഒരു സപ്ലിമെൻ്ററി സിസ്റ്റമായിട്ടുമാണ് അക്യുപഞ്ചർ മോഡേൺ മെഡിസിനോടൊപ്പം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. 1979 MBBS പാസ്സായ ഡോക്ടർ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ഫസലുർ റഹ്മാനും ഡോക്ടർ സിദ്ദീഖ് ജമാലും 1984 അവർ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തിയിട്ട് അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അക്യുപഞ്ചറിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന മാസ്റ്റർ വൈ പിങ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ജസ്റ്റ് ഒരു പോയിൻ്റ് വെച്ച് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു അക്യു പോയിൻറ്റിലൂടെ 10,000-ലധികം രോഗങ്ങൾ സുഖപ്പെടുത്താം. ഈ ഒരു ഫാദർ ഓഫ് അക്യുപഞ്ചറിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആവേശഭരിതനായിട്ട് നമ്മുടെ ഡോക്ടർ ഫസലുർ റഹ്മാൻ ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു നീഡിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സ്പർശനത്തിലൂടെ എല്ലാ അസുഖങ്ങളും സുഖപ്പെടുത്താമെന്ന ഒരു കംപ്ലീറ്റ് മെഡിസിൻ സിസ്റ്റം ഡോക്ടർ ഫസലുർ റഹ്മാൻ അവതരിപ്പിച്ചു. ഡോക്ടർ ഫസലുർ റഹ്മാൻ ഒറ്റ സൂചി ഉപയോഗിച്ച് എല്ലാ അസുഖങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് തൻ്റെ 1.5 ലക്ഷത്തോളം പേഷ്യൻസിലൂടെ തെളിയിച്ചു എന്നാണ് അക്യുപഞ്ചറിസ്റ്റുകൾ അവകാശപ്പെടുന്നത്. ഡോക്ടർ ഫസലുർ റഹ്മാൻ ഇന്ത്യൻ അക്യുപഞ്ചറിൻ്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു അക്യുപഞ്ചറിൻ്റെ ചില പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. അവരുടെ തന്നെ മലയാള പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ്. അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള മരുന്നുകൾ എല്ലാം നിർത്തണം. ഹെർബൽ മെഡിസിൻസോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഒരു മെഡിസിൻ സിസ്റ്റത്തിൻ്റെയും മെഡിസിൻ ഉപയോഗിക്കാൻ പാടില്ല. എക്സ്റേ, സ്കാൻ, മറ്റുള്ള ലാബ് ടെസ്റ്റുകൾ എന്നിവയുടെ റിപ്പോർട്ടുകൾ ആവശ്യമില്ല. അവർ രോഗനിർണയം നടത്തുന്നത് പൾസ് ഡയഗ്നോസിസ് വഴിയാണ്. നാഡി പിടിച്ചു നോക്കിയിട്ടാണ് ചെയ്യുന്നത് രോഗനിർണയം നടത്തുന്നത്. അക്യുപഞ്ചർ ചികിത്സാ രീതിയിലൂടെ ഏതെല്ലാം രീതിയിലുള്ള രോഗങ്ങളെ സുഖപ്പെടുത്താം. അക്യുപഞ്ചർ സിദ്ധാന്ത പ്രകാരം സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗങ്ങളില്ല. അക്യുപഞ്ചർ ചികിത്സാ രീതിയിൽ അതിനുള്ള സാധ്യതകൾ പൂർണ്ണമായുണ്ട്. മറ്റൊരു ചോദ്യമാണ്, ഒരു രോഗിക്ക് 10 തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നിരിക്കട്ടെ, എന്നാൽ 5 തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഹീലറോട് പറയുന്നുള്ളൂ. അയാൾ പറയാൻ വിട്ടുപോയ ബുദ്ധിമുട്ടുകളും സുഖപ്പെടുമോ? അക്യുപഞ്ചർ രോഗപരിശോധനയുടെ പ്രത്യേകത തന്നെ ഇതാണ്. ചികിത്സാർത്ഥി പറഞ്ഞ ലക്ഷണങ്ങളെ കൂടാതെ പറയാത്ത രോഗലക്ഷണങ്ങളും സുഖപ്പെടും. അതുമാത്രമല്ല, ചികിത്സാർത്ഥിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ കൂടി മുൻകൂട്ടി മനസ്സിലാക്കി തടയാൻ കഴിയും. രോഗത്തിൻ്റെ ഉറവിടത്തെയും അത് ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെയും പരിശോധനയിലൂടെ മനസ്സിലാക്കി ചികിത്സിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും താനേ മാറും. ഈ ചികിത്സാ രീതിയുടെ പ്രധാന സവിശേഷത എന്താണ്?
രോഗത്തിൻ്റെ ആരംഭാവസ്ഥയിലും രോഗം മൂർച്ഛിച്ച നിലയിലും സുഖപ്പെടുത്താൻ കഴിയും എന്നതാണ് അക്യുപഞ്ചറിൻ്റെ പ്രധാന സവിശേഷത. ഇത് ഒരു പൂർണ്ണമായ ചികിത്സാ രീതിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ്. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് കേരളത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വിവാദമായ ഈ ഒരു അക്യുപഞ്ചറും മറ്റേ അക്യുപഞ്ചറും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയിൽ ഉത്ഭവിച്ച അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് കേരളത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു അക്യുപഞ്ചറിന് അവർ ക്ലാസിക്കൽ അക്യുപഞ്ചർ എന്നും മറ്റേതിനെ മോഡേൺ അക്യുപഞ്ചറും എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പല മരണങ്ങളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അക്യുപഞ്ചർ മോഡേൺ അക്യുപഞ്ചർ അല്ല. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ അക്യുപഞ്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന അക്യുപഞ്ചറാണ് സോഷ്യൽ മീഡിയയിലും മരണവാർത്തകളുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്താ ചാനലുകളിലും ചർച്ച ചെയ്യപ്പെടുന്ന അക്യുപഞ്ചർ. തമിഴ്നാട്ടിലെ ഡോക്ടർ ഫസലുർ റഹ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവതരിപ്പിച്ച് കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ മരണവാർത്തകളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അക്യുപഞ്ചർ വ്യാജ അക്യുപഞ്ചറാണെന്നാണ് മോഡേൺ അക്യുപഞ്ചറുകാർ പറയുന്നത്. അതല്ല, അവരാണ് അക്യുപഞ്ചറിൻ്റെ കൂടെ മരുന്ന് കഴിക്കാൻ കൊടുക്കുന്ന അവരാണ് വ്യാജന്മാരെന്നാണ് ഇവരും പറയുന്നത്. ഏതാണ് വ്യാജം ഏതാണ് ഒറിജിനൽ എന്ന് അവർ തന്നെ ഡിബേറ്റ് ചെയ്ത് തീരുമാനിച്ചോളട്ടെ. നമ്മളത് അവർക്ക് തന്നെ വിട്ടുകൊടുത്തേക്ക് പോകണം. ഈ അക്യുപഞ്ചർ പരിണമിച്ച് ഇന്ന് എവിടം വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. നമ്മൾ പറഞ്ഞല്ലോ, രോഗിയുടെ അക്യു പോയിന്റിൽ നീഡിൽ കുത്തി ചികിത്സിക്കുന്നതിനാണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പ്രഷർ കൊടുത്തുള്ള ചികിത്സാ രീതിക്കാണ് അക്യുപ്രഷർ എന്ന് പറയുന്നത്. ഒരു സോഫ്റ്റ് ടച്ച് ചെയ്യുന്നതിനാണ് അക്യു ടച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഡിസ്റ്റൻസ് ഹീലിങ്ങിൽ എത്തിയിട്ടുണ്ട്. രോഗി അടുത്തില്ലാതെ ദൂരെ ഇരിക്കുന്ന രോഗിയെ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസിലിരുന്നു കൊണ്ട് ഡോക്ടർ അഥവാ ഹീലർ ഹീൽ ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വാട്സപ്പിൽ ഫോട്ടോ എടുത്ത് അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ അസുഖം ഹീലർ മാറ്റിത്തരും. അത്തരത്തിലുള്ള ചികിത്സാ രീതി വരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് കൂടി ഒന്ന് കേൾക്കാം. എൻവൈഎൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എനർജി ഹീലിംഗ്. എനർജി ഹീലിംഗ് ഒത്തിരി ടൈപ്പ് എനർജി ഹീലിംഗ് ഉണ്ട്. പ്രാണി ഹീലിംഗ്, റൈക്കി പോലുള്ള ഒത്തിരി എനർജി ഹീലിംഗ് സിസ്റ്റങ്ങളുണ്ട്. അത് വേൾഡിൽ ഫേമസ് ആണ് എന്തായാലും. പക്ഷെ അക്യുപങ്ചറിൽ ഈ പറഞ്ഞ പോലെ തന്നെ എനർജി ഹീലിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ അക്യുപങ്ചർ 8000 വർഷം അല്ലെങ്കിൽ 5000 വർഷം പഴക്കമുള്ളതാണ്. അതിൽ മെറ്റീരിയൽ വന്നു തുടങ്ങിയത് തന്നെ 2000-3000 വർഷത്തിനപ്പുറത്തേക്കാണ്. അതിന് മുമ്പ് സത്യത്തിൽ എനർജി ഹീലിംഗ് ആണ്. ഇപ്പോഴും അക്യുപങ്ചർ എന്ന് പറഞ്ഞാൽ എനർജി ഹീലിംഗ് ആണ്. കാരണം സൂചി കുത്തിയാലും അതിലൊരു എനർജി ഉണ്ടെങ്കിലേ ഹീൽ ആവുള്ളൂ. ചെയ്യുന്ന ആൾക്ക് എനർജി ഇല്ലെങ്കിൽ ഹീൽ ആവൂല. ഒരു സൂചി കുത്തി അക്യുപഞ്ചർ ഇനി സൂചി കുത്തലാണെന്ന് പറഞ്ഞാൽ തന്നെ സൂചിയിൽ മരുന്നില്ല. പിന്നെ മെറിഡിയൻ ആണ്. മെറിഡിയൻ വിസിബിൾ അല്ല. വിസിബിൾ അല്ലാത്ത ഒരു സാധനത്തെയാണ് നമ്മൾ സൂചി കുത്തുന്നത്. എങ്കിൽ വിസിബിൾ അല്ലാത്ത ആ മെറിഡിയനെ ചികിത്സിക്കാൻ മെറ്റീരിയൽ എന്ന വിസിബിൾ ആയ ഒരു വസ്തുവിനെ കൊണ്ട് ചികിത്സിക്കുന്നതിലും പവർഫുൾ ആണ് വിസിബിൾ അല്ലാത്ത എനർജി കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യല്. വിസിബിൾ അല്ലാത്ത എനർജി എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഒരു 2 കാന്തങ്ങൾ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ അകന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. നെഗറ്റീവോടും ചെയ്താൽ എന്താവും, 2 കാന്തങ്ങൾ തമ്മിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അകന്നു പോകുന്നത് കാണാം. അവിടെ ഒരു എനർജി ഉണ്ടെന്നാണ്. ഈ എനർജിയാണ് എല്ലാത്തിലും ഉള്ളത്. ഇപ്പോ എന്താ പറയാ, യോഗ ചെയ്താലും അതിൽ ചി എനർജി, പ്രാണശക്തി, അതുകൊണ്ടാണ് രോഗം മാറുക. ഏതെങ്കിലും മരുന്ന് ഇല ചതച്ച് അതിന്റെ നീരെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞു, ആ നീരിലെ ഇലക്കല്ല പവർ, അതിലുള്ള ഒരു എനർജിക്കാണ് പവർ. ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചു, അതില് ഗുളിക കഴിച്ചു, ഇഞ്ചക്ഷൻ ചെയ്തു. ആ ഇഞ്ചക്ഷനിലുള്ളതും ഗുളികയിലുള്ളതും എല്ലാം ഇതിൽ എനർജിയാണുള്ളത്. ആ പ്രൊഡക്റ്റിലല്ല ശരിക്കും രോഗം മാറേണ്ടത്. ആ പ്രൊഡക്റ്റിൽ ഏതോ ഒരു സൂപ്പർ എനർജി ഉണ്ടാവണം. ആ എനർജി ഇപ്പോ നീരിലും ആ കാണുന്ന പ്രൊഡക്റ്റിലല്ല, അതിലൊരു സൂപ്പർ എനർജി അവിടെയുണ്ട്. അതെവിടെയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇതിന്റെ പേര് എനർജിയാണ്. ഒരു എനർജി സിസ്റ്റം പ്രകൃതിയിലുണ്ട്. ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. ആ ബലം എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ആപ്പിള് താഴേക്ക് വീണു ആയിക്കോട്ടെ, അതിനെന്തുണ്ട്, ഗുരുത്വാകർഷണ ബലമുണ്ട്. അങ്ങനെ ഒരു ബലം ഇല്ല എന്ന് പറയാനും പറ്റൂലല്ലോ. അക്യുപങ്ചർ ചെയ്യുമ്പോൾ സൂചി കുത്തിയാല്, അല്ലെങ്കിൽ സ്കെച്ച് പെൻ കൊണ്ട് കളർ തെറാപ്പി ചെയ്താല്, അല്ലെങ്കിൽ ലീഫ് വെച്ചാല്, ഇനി വേറെ ഏതെങ്കിലും വിഷയം കൊണ്ട് അക്യുപങ്ചറിന്റെ എനർജി ഹീലിംഗ് ചെയ്യാം എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് അക്യുപങ്ചറിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ. അതാണ് നമ്മൾ ചെയ്യുന്ന എൻവൈഎൽ ഹീലിംഗ്. അക്യുപങ്ചർ തന്നെ വ്യത്യസ്തങ്ങളായ അക്യുപങ്ചറുകളുണ്ട്. സിംഗിൾ നീഡില്, സിംഗിൾ പോയിന്റ്, മൾട്ടി നീഡില്, തുങ്ങ് അക്യുപങ്ചർ, താങ് അക്യുപങ്ചർ, ചെവിയിൽ ചെയ്യുന്ന ഓർക്കുലർ അക്യുപങ്ചർ, മൈക്രോ അക്യുപങ്ചർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ അക്യുപങ്ചറുകളുണ്ട്. ഇതെല്ലാം എനർജി ബേസ് ചെയ്ത് തന്നെയാണ് അക്യുപങ്ചറും വർക്ക് ചെയ്യുന്നത്. ഏത് അക്യുപങ്ചറിന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതേപോലെ എനർജി ഹീലിംഗ്, പലരും ഹീലിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും എൻവൈഎൽ ഹീലിംഗ് ആവണമെന്നില്ല. ഇപ്പൊ പ്രാണി ഹീലിംഗ് ആണ്, റൈക്കി ഹീലിംഗ് ആണ്. ഇനി വേറെ ഏതെങ്കിലും ഷാമൻ ഹീലിംഗ് ആണ്, ഷാമൻ ഹീലിംഗ് ആണ്. ഓരോരുത്തർക്കും ഓരോ ഹീലിംഗ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ അവരെന്താണോ വെച്ചേക്കുന്നത്,
ആ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ച അക്യുപഞ്ചറിന്റെ ട്രയോർജിൻ അക്യുപഞ്ചർ, സുജോക് തെറാപ്പി, കൊറിയയുടെ ട്രയോർജിൻ അക്യുപഞ്ചർ, അല്ലെങ്കിൽ സിസ്കി, അല്ലെങ്കിൽ സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ, മൾട്ടി നീഡിൽ അക്യുപഞ്ചർ, ഇങ്ങനെ കുറെ അക്യുപഞ്ചറുകളിൽ നിന്നും ഞാൻ പഠിച്ച മറ്റു പല വിദ്യകളിൽ നിന്നും കുറെ വിദ്യകളുണ്ട്. ആ വിദ്യകളൊക്കെ വിദ്യകളാണല്ലോ. അതിപ്പോ കളരി ആയാലും കുംഫു ആയാലും തൈക്കൊണ്ടോ ആയാലും സിലാത്ത് ആയാലും ഇതിലെല്ലാം വിദ്യകളുണ്ട്. ഈ വിദ്യകളിൽ നിന്ന് കിട്ടിയ ഒരു കണ്ടന്റ്, ആ കണ്ടന്റ് എന്റെ ചികിത്സാ മേഖലയിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് എൻവെയിൽ ഹീലിംഗ്. അത് ഇന്നിപ്പോ കേരളത്തിലല്ല, ഇന്ന് വേൾഡിൽ വേറെ എവിടെ ഉണ്ടോന്ന് ചെയ്യില്ല. മറ്റു പല എനർജി ഹീലിംഗ് ചെയ്യുന്നതും എന്റെ സിസ്റ്റവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അത് മറ്റു പല എനർജി ഹീലിംഗും അത് അവരുടെ ഹീലിംഗ് ആണ്, അത് പവർഫുൾ ആണ്. എന്റെ എനർജി ഹീലിംഗ് അത് എന്റെ മാത്രം എനർജി ഹീലിംഗ് ആണ്. ഞാൻ ഇതേപോലെ ഗ്രൂപ്പായിട്ട് 100 ആളെയും 200 ആളെയും 250 ആളെയൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇന്ന് കേരളത്തിൽ എന്തായാലും വേറെ ആരും ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇനി വേൾഡിൽ അങ്ങനെ പലരും ചെയ്യുന്നവരുണ്ട്. പക്ഷെ എവിടെ എങ്ങനെയെന്ന് ചോദിച്ചാൽ സിംഗിളായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഒരാളെ 10 ആളെയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ചിലവർക്ക് പറ്റാറുണ്ട്. പക്ഷെ ഇത്രയും ആളുകളെ 200 പേരെ 300 പേരെയൊക്കെ ഒരേ ടൈമിൽ ഹീൽ ചെയ്യുകയും വെറുതെ ഹീൽ ചെയ്യാന്ന് പറഞ്ഞാൽ പോരാ, അതിൽ റിസൾട്ട് ലൈവ് സ്പോട്ടിൽ കാണുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സത്യത്തിൽ കേരളത്തിൽ നമുക്ക് ഒത്തിരി അനുഭവങ്ങളുള്ളതാണ്. നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടാലും തിരിയാൻ പറ്റും. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേട്ടിട്ടുണ്ടാവും. ഈ വീഡിയോ ഫുള്ള് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈ എനർജി ഹീലിംഗ് ചെയ്യുന്നവർ ഒരു സൂചി പോലും വേണ്ട, എനർജി ഉപയോഗിച്ച് ഡിസ്റ്റൻസ് ആയിട്ട് ഹീൽ ചെയ്യാമെന്ന് പറയുന്ന ഇവർ പറയുന്നത് ഇതാണ് ശരിക്കുമുള്ള അക്യുപഞ്ചർ എന്നാണ്. അപ്പം ടോട്ടലി 3 പേരും വാദിക്കുന്നത് അവരവരാണ് ഒറിജിനൽ അക്യുപഞ്ചർ എന്നാണ് ഈ 3 കൂട്ടരും വാദിക്കുന്നത്. 250 ആൾക്കാരെ വരെ ഒരേ സമയം എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ സമയം ഹീൽ ചെയ്യാൻ, സുഖപ്പെടുത്താൻ കഴിയും എന്നാണ് ഇതിൻ്റെ ഹീലർ അവകാശപ്പെടുന്നത്. ഇനി ഞാൻ വാട്സപ്പിൽ കണ്ടൊരു മെസ്സേജാണ്, അത് ഇവരുടെ തന്നെ ഒരു പരസ്യമാണ്. അതായത് ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും ലോകത്തിൻ്റെ എവിടെ ഇരുന്നും ചെയ്യാവുന്ന ചികിത്സ. വീട്ടിലിരിക്കേണ്ടവർ ഇരിക്കേണ്ട സമയം രാത്രി 9 മണി തൊട്ട് 9:45 വരെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, നമ്മൾ കൃത്യസമയത്ത് തന്നെ ഫോട്ടോ അയക്കുക. മുഖം പൂർണ്ണമായും കാണുന്ന രീതിയിൽ കണ്ണടച്ച് കൈ രണ്ടും മലർത്തി മടിയിൽ വെച്ച് ഇരിക്കുന്ന കാലിൻ്റെ വിരൽ വരെ കാണാവുന്ന ഫോട്ടോയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡിസ്റ്റൻസ് ആയിട്ട് ഹീലിംഗ് നടത്തി കൊടുക്കും. ആദ്യ സിറ്റിങ്ങിന് 500 രൂപയും പിന്നീടുള്ള സിറ്റിങ്ങിന് 300 രൂപയുമാണ് ഫീസ് അടയ്ക്കേണ്ടത്. 11 ദിവസം തുടർച്ചയായി ചെയ്യേണ്ടതാണ്. 1-2 ദിവസം മുടങ്ങിയാൽ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ സൂചി കുത്തുന്നതിൽ നിന്ന് മാറി കയ്യിൽ അമർത്തി പ്രഷർ കൊടുക്കുന്നതിൽ നിന്നും മാറി സോഫ്റ്റ് ടച്ച് ചെയ്യുന്നതിൽ നിന്നും മാറി ഇപ്പോൾ എന്തിലേക്ക് എത്തിയിട്ടുണ്ട്, ഡിസ്റ്റൻസ് ആയിട്ട്. വിദേശത്തുള്ളവർക്കൊക്കെ ജസ്റ്റ് അവരുടെ ഫോട്ടോ എടുത്ത് അക്യുപഞ്ചറിസ്റ്റിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഫോട്ടോ മാത്രം പോരാ കേട്ടോ, ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് കൂടി വേണം, അതും കൂടി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യും, ഹീലിംഗ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഈ വീഡിയോ കേട്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം 250 ആൾക്കാരെയൊക്കെ ഒരുമിച്ചിരുത്തി എന്ത് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം, അവരുടെയൊക്കെ അസുഖം സുഖപ്പെടുത്തുമെന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇനി അതേപോലെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പല സംഗതികളുമുണ്ട്. ലീഫ് തെറാപ്പിയുണ്ട്, സീഡ് തെറാപ്പിയുണ്ട്, മുദ്ര തെറാപ്പിയുണ്ട്. നമ്മളിങ്ങനെ ഹാർട്ടിന് വേദന വല്ലതും വരുവാണെങ്കിൽ, ഏത് കൈയാണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എന്തോ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹാർട്ട് അറ്റാക്ക് വന്ന രോഗി ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈവച്ച് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ അതിന് സുഖമുണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ അസുഖം വന്നു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള, ഇതൊക്കെ പഠിക്കാൻ കോഴ്സുണ്ട്, ഞാൻ ഈ കോഴ്സ് പഠിച്ചിട്ടില്ല, ഈ പരസ്യത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിലുള്ള ഓലക്കാലോ മാവിൻ്റെ ഇലയോ ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ അവയവങ്ങളിൽ, ബോഡി പാർട്സിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ രോഗം മാറുന്ന ഒരു സംവിധാനമുണ്ട്, ലീഫ് തെറാപ്പി. അത് പിന്നെ അതേപോലെ നമ്മുടെ വീട്ടിലുള്ള കടുകുമണിയോ ഉലുവ എന്തൊക്കെ നമ്മളിങ്ങനെ ദേഹത്ത് ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ച് അങ്ങനെ അക്യൂ പോയിൻറ്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ചികിത്സാ രീതികളിലേക്കും അക്യുപഞ്ചർ പരിണമിച്ചിട്ടുണ്ട്. ഓരോരുത്തരും അവകാശപ്പെടുന്നത് അവരാണ് യഥാർത്ഥ അക്യുപഞ്ചറിസ്റ്റുകളെന്നാണ് ഓരോരുത്തരും അവകാശപ്പെടുന്നത്. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചികിത്സാ രീതിയെ പരിഹസിക്കാനോ കളിയാക്കാനോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ. ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ അക്യുപഞ്ചറിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തത്. മാത്രവുമല്ല, ഓരോ പൗരനും അവകാശമുണ്ട് ഇഷ്ടപ്പെട്ട ചികിത്സാ രീതി തിരഞ്ഞെടുക്കാൻ. അവരവർക്ക് ഏത് ചികിത്സാ രീതിയാണോ ബെറ്റർ എന്ന് തോന്നുന്നത് അത് അവരവർ സ്വന്തം റിസ്കിൽ തിരഞ്ഞെടുക്കുക. സ്വന്തം ശരീരമാണ്, സ്വന്തം ആരോഗ്യമാണ്. അതുകൊണ്ട് അവരവർക്ക് ഏതാണോ ശരിയെന്ന് ബോധ്യമുള്ളത്, ഏതാണോ കൂടുതൽ സുരക്ഷിതം എന്ന് ബോധ്യമുള്ളത് അത് അവരവർ തന്നെ സെലക്ട് ചെയ്യുക. അതും ഇതും ഒന്നും റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പഠിച്ച ആളോ അല്ലെങ്കിൽ അതുമായിട്ട് ചികിത്സിക്കുന്ന ആളോ ഒന്നുമല്ല, ഏതെങ്കിലും ഒരു മെഡിസിൻ സിസ്റ്റത്തിൻ്റെ ആളുമല്ല. ഇതൊക്കെ ഓരോ വ്യക്തികൾ അവരവരുടെ സ്വാതന്ത്ര്യവും അവരവരുടെ അവകാശങ്ങളും ഉപയോഗിച്ച് തിരഞ്ഞെടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം.